ഇറാനുമായുള്ള ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് വിഷയത്തിൽ ധാരണയിൽ എത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇറാനും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നിർത്തിയതെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണ പദ്ധതി നീട്ടിവെച്ചതിന് ശേഷം ചർച്ചകൾ തുടരാൻ നീക്കമെന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. ഹോർമൂസ് വിഷയത്തിൽ ഇറാനുമായി ധാരണയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ആണവ നിരായുധീകരണം സംബന്ധിച്ച ധാരണ വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. You got to sort of say, well, let's see. And the reason they asked is I think there's a deal. There's a deal on Hormuz, and then there will be a deal on the nuclear, or you might call it the denuclearization of Iran. I call it the denuclearization of Iran. So we're holding it. We'll just see. We can do it anytime we want. But we're asked by the three primary groups. We're also asked by Iran very strongly, actually. ഇറാനുമായുള്ള ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന സൂചനയും ട്രംപ് നൽകി. Well, now what we're doing is we're talking to them in the form of a negotiation. It begins tomorrow afternoon, and we'll see if it's true. I'd love to do that, save a lot of lives, save a lot of unnecessary power, to be honest with you. It would take many years to ever build it back. If it could, I don't think it would be even buildable back. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇറാനും ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി നിർത്തിവെച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണത്തിനാണ് US തയ്യാറെടുത്തിരുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.